വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ചെയ്യാം. നമുക്കറിയാമല്ലോ, ഫ്രൂട്ട് സലാഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സ് ചേർക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണ് നിങ്ങൾക്ക് കയ്യിലുള്ളത്, അല്ലെങ്കിൽ എളുപ്പം വാങ്ങിക്കാൻ കഴിയുന്നത് അതെടുത്താൽ മതി. അതിനോടൊപ്പം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല കളറിലെ ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കണം. അതുപോലെ മധുരം, ചിലതിന് ചെറിയ പുളി കാണും. ഇതെല്ലാം കൂടെയൊക്കെയുള്ള ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് എടുക്കുക. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി, ആപ്പിള്, കിവി, പൈനാപ്പിൾ, ഏത്തപ്പഴം, പോമഗ്രാനൈറ്റ്, കറുത്ത മുന്തിരി, പച്ചമുന്തിരി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടുന്നത് കസ്റ്റാർഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടുന്നത് പാല്, പഞ്ചസാര, കസ്റ്റാർഡ് പൗഡർ, വാനില എസൻസ്, കണ്ടൻസ്ഡ് മിൽക്ക്. നമുക്കിനി ചെയ്തു തുടങ്ങാം. ആദ്യം കസ്റ്റാർഡ് തയ്യാറാക്കാം. കസ്റ്റാർഡ് തയ്യാറാക്കാനായിട്ട് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് പാല് മാറ്റി വയ്ക്കണം. അത് കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഫ്രൂട്ട്സിലിടാൻ വേണ്ടിയിട്ട്. ഫോസ്റ്റർ ക്ലാർക്കിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വാനില ഫ്ലേവറാണ്. കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ കലക്കിയെടുക്കാം. പാല് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അതൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. അതാണ് അതിൻ്റെ പരുവം. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിനകത്തിരുന്ന് ഇത് കുറച്ചുകൂടെ കുറുവും. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇത് 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്നും കൂടെ. കസ്റ്റാർഡിന് വാനില ഫ്ലേവർ ഉണ്ടെങ്കിൽ അത്ര ഒരിത് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തത്. അതല്ല, നല്ല സ്മെല്ല് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ചേർക്കണം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനതൊരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ചേർത്ത് കഴിഞ്ഞിട്ട് മധുരം നോക്കണം. പോരെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുമ്പോൾ സാധാരണ പഞ്ചസാര ചേർക്കുന്ന പോലെയല്ല, ഒരു നല്ല ടേസ്റ്റ് തോന്നും അതിന്. അതല്ലാതെ തന്നെ നമുക്കെല്ലാം അറിയാമല്ലേ, കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല ടേസ്റ്റ് അല്ലേ. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണം പിന്നീട് ചേർക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം അതുണ്ടോ എന്ന് നോക്കുക. മധുരമുണ്ട്. പോരാൻ തോന്നുന്നൊരു അല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാതള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കാം. മുന്തിരിയൊക്കെ അത് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. പൈനാപ്പിൾ കട്ട് ചെയ്യാം. പൈനാപ്പിൾ ഇത് ഇങ്ങനെ അതിൻ്റെ നടുഭാഗത്ത് കളയണം. പൈനാപ്പിൾ സെപ്പറേറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്. ഒന്ന് വേവിച്ചെടുക്കണം പഞ്ചസാരയിട്ട്. സ്റ്റൗ ഓണാക്കി പൈനാപ്പിൾ വേവിക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, വെള്ളം 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പൈനാപ്പിൾ എത്രയാണോ നിങ്ങൾ വേവിക്കാൻ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒത്തിരി പൊങ്ങി നിൽക്കേണ്ട, അത് വെള്ളത്തിനകത്ത് കിടക്കത്തക്ക രീതിയിൽ ഇട്ട് വേവിച്ചെടുത്താൽ മതി പഞ്ചസാരയിട്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിട്ടിരുന്ന പഞ്ചസാര കാരമലൈസ് ആവും, കളറ് മാറും. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി സ്ട്രോബെറി കട്ട് ചെയ്യാം. ഇനി ഏൽപ്പിക്കാം. അതിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളയണേ, നാര് പോലുള്ളത്. ഫുൾ എടുക്കണ്ട, ഹാഫ് മതി. ആപ്പിൾ പീലർ ഉപയോഗിച്ചെടുക്കാം. ആപ്പിൾ കട്ട് ചെയ്യാം. ആപ്പിൾ നേരത്തെ തൊലി കളയാതെ വെച്ചിരുന്നത്, നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരുന്നത് അതിൻ്റെ കളറ് പോവും. ഇനി കിവി. എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിഞ്ഞ് പൈനാപ്പിൾ വേവിച്ചും വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിൽ ചേർക്കാം. വേവിച്ച് വെച്ചിരുന്ന പൈനാപ്പിൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, നമ്മുടെ മാതള നാരങ്ങ വിട്ടുപോയാലും ഇപ്പം എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ, പല കളറ്. അതുപോലെ തന്നെ ടേസ്റ്റും ആയിരിക്കും. ചെറിയ പുളിയുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, മധുരമുള്ളതുണ്ട്, അല്ല അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. ഈ ഫ്രൂട്ട്സ്, കസ്റ്റാർഡ്, ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ലതുപോലെ തണുക്കണ്ടേ. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ വെച്ചിരുന്ന നമ്മുടെ കസ്റ്റാർഡ് കുറുക്കിയെടുത്തതും ഫ്രൂട്ട്സും ജെല്ലി എല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ബൗളിലേക്ക് മാറ്റാം. എല്ലാ ഫ്രൂട്ട്സും അതിനകത്ത് വരാൻ നോക്കണേ.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡ്. മാതള നാരങ്ങയുടെ നല്ല കളർ തോന്നാൻ വേണ്ടിയാണ്. ഇത് റാസ്ബെറി ജെല്ലിയാണ്. 1 ടേബിൾ സ്പൂൺ ജെല്ലി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതിൽ അലിയിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അലിഞ്ഞ് കഴിയുമ്പോൾ തണുത്ത വെള്ളം അത് 1/2 കപ്പ് ഒഴിച്ച് ചില്ലറിൽ വെച്ചാൽ മതി. ഇതുപോലെ സെറ്റായി കിട്ടും. ചില ഷോപ്സിലൊക്കെ നമ്മൾ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ നേരം അവർ ജെല്ലിയും കൂടെ സെർവ് ചെയ്യാറുണ്ട്. എല്ലായിടവും ഇല്ല. ഒരു നല്ല കളർ കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൂട്ട് സലാഡ്? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.